നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ആ സംഭവത്തിൽ ഇരയായ സുധാകരന്റെ മക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ അന്വേഷണ പുരോഗതിയിൽ ഒരു തൃപ്തിയുണ്ടോ? ഇപ്പോൾ തൃപ്തിയുണ്ട്. നല്ല രീതിക്ക് തന്നെ അയാൾക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പോലീസ് ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, ഇപ്പം ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ വിശ്വാസം വന്നിട്ടുണ്ട്. അയാൾക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. അച്ഛനും അച്ഛമ്മയും എല്ലാവരും ഇല്ലാതാക്കി, ഞങ്ങളുടെ താങ്ങ് പോലും ഇല്ലാതാക്കിയ അയാളെ വെറുതെ വിടരുത്. നല്ല രീതിയിൽ തന്നെ ശിക്ഷ രീതിയിൽ പോലീസ് എന്ന് പറയുന്നത് ഇത്തിരി ഇതായത് കൊണ്ടാണ് ഇങ്ങനെ അച്ഛനോ അച്ഛമ്മയൊക്കെ നഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പോഴത്തെ പോലീസ് നമ്മളുമായിട്ട് സഹകരിക്കേണ്ട, അവര് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങളൊരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡിവൈ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. വേണ്ടത്ര ശിക്ഷ കൊടുക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോ അമ്മയുടെ കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണല്ലേ, അത് ഒരു ദിവസം നീട്ടി വെച്ചു അല്ലേ, കഴിഞ്ഞ തവണ വിളിച്ചിട്ടല്ലേ? ആ കേസിന്റെ അപ്ഡേഷൻ ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്? അത് കൊണ്ടുപോവാന്ന് തന്നെ പറയണ. നല്ല രീതിക്കുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ എല്ലാം കൂടിയിട്ട് അയാൾക്ക് വലിയൊരു നല്ല ശിക്ഷ കൊടുക്കണം. റിപ്പോർട്ട് വരാനും വൈകിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കേസ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ റിപ്പോർട്ട് വരേണ്ടതാണ്. അതിനും ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴത്തെ നോക്കാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് തന്നെ ഞങ്ങളെ ഏറ്റെടുക്കണം. നമ്മൾ അവരോടായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവര് പറഞ്ഞാൽ നോക്കാം, അന്വേഷിക്കാന്നൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പേടിയാണ്. അങ്ങോട്ട് പോത്തുണ്ടിന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. അങ്ങോട്ട് പോവാൻ എങ്ങനെയും തോന്നണില്ല. ഇപ്പോഴും നാട്ടുകാർക്ക് ഇപ്പോഴും പേടിയാണ്. ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ അവരിന് എന്തെങ്കിലും ചെയ്യുക വേണ്ടി തന്നെയാണ്. അതിനനുസരിച്ച് പോലീസുകാര് രഹസ്യമൊഴിയൊക്കെ എടുത്തല്ലോ. പ്രോസിക്യൂട്ടർ വേണം. അത് ഇതുവരെ എന്തെങ്കിലും നടപടിക്രമങ്ങളായോ? അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നല്ല രീതിയിലേക്ക് തന്നെയാണ് മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്നാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇവർക്കിപ്പോൾ ഈ അന്വേഷണത്തിലടക്കം പൂർണ്ണമായ ഒരു വിശ്വാസവും അതോടൊപ്പം തന്നെ ഈ ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.